മേക്കിംഗ് എല്ലാം അടിപൊളിയായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു, ബാക്കിയുള്ളവരുടെ എനിക്ക് അറിയില്ല കേട്ടോ. അങ്ങനെ ചോദിച്ചോണ്ട്. പിന്നെ നമുക്ക് കൂടുതലായിട്ട് ഓരോരുത്തരുടെ ഇൻട്രോ ആണെങ്കിലും, ഇപ്പൊ മഞ്ജു വാര്യരുടെ ആണെങ്കിലും, പൃഥ്വിയുടെ ആണെങ്കിലും, മോഹൻലാലിന്റെ 1-2 ഇൻട്രോസ് പോലെ തോന്നി. അപ്പൊ എല്ലാം അവരോടൊക്കെ ചോദിക്കും. ചെറിയൊരു സ്റ്റോറി പക്ഷെ ഭയങ്കര മാസിലെടുത്തു എന്നതുപോലെയാണ്. ഇപ്പൊ അടുത്ത പാട്ടിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ സ്റ്റോറി ബിഗറാണ്. പിന്നെ ലൂസിഫറിൽ നിന്ന് വലുതായതിലും വലിയൊരു രീതിയിലേക്കാണ് L3 വരുന്നത്. അപ്പൊ എന്തുകൊണ്ടും ഭയങ്കര സന്തോഷം ഈ ഒരു രീതിയിൽ വന്നതിന്. മലയാള സിനിമ വലുതായതിൽ ഒരുപാട് സന്തോഷം. നല്ല പടം, ഇഷ്ടപ്പെട്ടു. മോഹൻലാൽ മാസായിട്ടുണ്ട്. പൃഥ്വിരാജ് അതിനും അടിപൊളി. പൃഥ്വിരാജ് ടൊവിനോനെ എന്തോ കുഴപ്പമില്ല, നല്ലതായിട്ട് എല്ലാവരും അഭിനയിച്ചിട്ടുണ്ട്. അടിപൊളി, അടിപൊളിയാണ്. പടം കുഴപ്പമില്ല. പടം എനിക്കിഷ്ടപ്പെട്ടു. വലിയ ഹൈപ്പ് കൊടുക്കുന്ന അത്ര വലിയ എക്സ്പെക്റ്റേഷൻ ഒന്നും വേണ്ട. മലയാള സിനിമ നമുക്കങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇതിലും എനിക്ക് തോന്നുന്നു ലൂസിഫർ കിട്ടില്ലായിരുന്നു. പക്ഷെ അതിൻ്റെ ഒരു 2ാം പാർട്ട് നമ്മൾ കാണുമ്പോൾ കുറച്ച് പ്രതീക്ഷയോടുകൂടി നമ്മൾ വരികയാണ്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ആ സിനിമ നമുക്ക് അത്രയും പ്രതീക്ഷ നമുക്ക് നൽകണം. ഒരു ഇന്ത്യൻ സിനിമ എന്ന് പറയുക KGF, ബാഹുബലി പോലുള്ള അതിനെയൊന്നും താരതമ്യം ചെയ്യാൻ പറ്റുന്ന സിനിമയായിട്ട് എനിക്ക് തോന്നിയില്ല. ഒരു തിയേറ്ററിൽ നമ്മൾ റിവ്യൂ പറഞ്ഞ് ഒരുപാട് മോശം അഭിപ്രായം പറഞ്ഞ സിനിമ നശിപ്പിക്കാനും ഞാൻ തയ്യാറില്ല. പക്ഷേ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടും, കണ്ടിരിക്കാം. പക്ഷെ നമ്മൾ തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ട്. BGM ആണെങ്കിലും അടിപൊളിയായിട്ടുണ്ട്, അതുപോലെ തന്നെ ഡയറക്ഷൻ ആണെങ്കിലും അടിപൊളിയായിട്ടുണ്ട്. ഒരുപാട് ക്ലോസ് ഷോട്ടുകളൊക്കെ വെച്ചിട്ടുണ്ട് ലാലേട്ടന്. അത്ര വലിയ ക്ലോസ് ഷോട്ടുകളൊന്നും ലാലേട്ടൻ്റെ വെക്കേണ്ട ഒരു സമയമല്ല ഇത്. കാരണം അത് ശ്രദ്ധിക്കണമായിരുന്നു. ലാലേട്ടന് അത്ര വലിയ ക്ലോസ് ഷോട്ടുകളൊക്കെ ഇച്ചിരി കുറയ്ക്കാമായിരുന്നു. എനിക്ക് തോന്നുന്നത് പിന്നെ മലയാള സിനിമയിൽ ഇപ്പം അടുത്തിറങ്ങിയതിൽ ഏറ്റവും നല്ല സിനിമയായിട്ട് മാറാൻ സാധ്യതയുണ്ട്. വലിയ ഒരുപാട് ഹൈപ്പൊന്നും നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. സിനിമ നമ്മളെ എമ്പുരാൻ സിനിമ സൂപ്പർ ഹിറ്റിലേക്ക് തന്നെ മാറുമെന്ന് യാതൊരു സംശയമില്ല. ലാലേട്ടൻ്റെ വരവ് സൂപ്പറാണ്. പിന്നെ രാജുവേട്ടൻ്റെ വരവും സൂപ്പറാണ്. രാജേട്ടൻ സംവിധാനം ചെയ്ത എമ്പുരാൻ സിനിമ 1000 കോടിയിൽ അതിനാട്ടി മുകളിലേക്ക് എത്തുമെന്ന് യാതൊരു സംശയമില്ല നമുക്ക് പറയാം. അതുപോലെ തന്നെ അടിയും ലൊക്കേഷൻ ഏരിയയിലും സൂപ്പർ ഏരിയ ആണ് ലൊക്കേഷൻ്റെ. അതും മഞ്ജു ചേച്ചിൻ്റെ അഭിനയം നല്ലതാണ്. പ്രതീക്ഷകൾ നന്നായിട്ടുണ്ട്. അടിപൊളി പടം. ആക്ടിങ് മോഹൻലാലിൻ്റെ ഒക്കെ നല്ല ആക്ടിങ് ആണ്. പ്രത്യേകിച്ച് അടിപൊളിയായിട്ടുണ്ട്. ഡയറക്ഷൻ സൂപ്പർ, എല്ലാം കൊണ്ട് അടിപൊളിയാണ്. സ്റ്റണ്ടൊക്കെ പൊളിയാ, അടിപൊളി. 1000 കോടി എത്തും, എന്തായാലും എത്തും, ഉറപ്പാണ്. എങ്ങനെയുണ്ട്? കൊള്ളാം, അടിപൊളി പടമാണ്. സെക്കൻഡ് ഹാഫൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മേക്കിംഗ് കൊള്ളാം, ഡയറക്ഷൻ അടിപൊളിയാണ്. പിന്നെ ഫൈറ്റ് സീനൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്ലൈമാക്സ് ട്വിസ്റ്റ് ഉണ്ട്. കൊള്ളാം. പടം കിട്ടില്ല പടം നമ്മൾ ഹൈപ്പിനടുത്തുള്ള സാധനം തന്നെ ഉണ്ട്. കിട്ടില്ല പടം. നല്ല മേക്കിംഗ് ആണ്, നല്ല എല്ലാം ഒന്ന് മാസമുണ്ട്, എല്ലാം ഉണ്ട്. ക്ലൈമാക്സിലെല്ലാം അടിപൊളി സീക്വൻസ് കാണിക്കുന്നുണ്ട്. എൻട്രി ലാസ്റ്റ് കാമിയോനെ അതൊക്കെ പൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. മോഹൻലാൽ അടിച്ച് തകർത്തിട്ടുണ്ട്. മോഹൻലാൽ ഖുറേഷി